വെൽക്കം ബാക്ക് ടു പിങ്കീസ് ഗ്രീൻ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസാണ്, നിങ്ങൾക്ക് ആദ്യമേ തന്നെ ട്രൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനൊരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ നമുക്കിത് സേവ് ചെയ്ത് വെക്കാനും പറ്റും. ഞാൻ ഇന്നത്തേക്ക് വേണ്ടി മാത്രമേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ല ഒരുപാട് വൺസ്റ്റും കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, അല്ലാണ്ട് ഒന്ന് തിളപ്പിച്ച് വെക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നെയ്യ് യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുമെങ്കിൽ നെയ്യ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിലും ചേർക്കാം, കുറവ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നല്ല രീതിക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആ ഷുഗറൊക്കെ ഇതിലൊന്ന് മിക്സായി നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ സാധാരണ സോഡാപ്പൊടി തന്നെയാണ്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് വേറെ നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പം വിസ്ക് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ ഞാനിതിൽ 2 സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കിട്ടും, ഒരു കുഴപ്പമില്ല. മൈദ ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ആദ്യമേ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചേർത്താൽ മതി, ഒരു കുഴപ്പമില്ല. സെപ്പറേറ്റായിട്ട് ചേർക്കുകയൊന്നും വേണ്ട. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മൈദ സ്കിപ്പ് ചെയ്തിട്ട് ഗോതമ്പ് പൊടി തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുന്നതാണല്ലോ നല്ലത്. മൈദേനേക്കാളും നല്ലത് ഇത് തന്നെ ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനാക്കി എടുക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ചൊരു കണക്കൊന്നും പറയുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തപ്പോഴേക്കും എനിക്ക് മതിയായി. പക്ഷെ നിങ്ങളുടെ അളവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവില്ല എത്രത്തോളം വേണ്ടി വരുമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് കുഴയ്ക്കുക. ഇനി ഞാനിതിനെ ഒന്ന് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 10-15 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ, എത്ര വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറൊന്നും പോകണ്ട, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു അരമണിക്കൂർ വെക്കുവാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ഡോ. അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ കുറച്ച് സമയം വെച്ചേക്കാൻ പറയുന്നത്. അല്ല അപ്പം തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലല്ല, നമ്മുടെ ചപ്പാത്തി പലകയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നമ്മുടെ മാവ് കുറച്ച് പൊടി തൂറ്റിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇടിച്ച് കുഴക്കുക, അവന് ഇച്ചിരി കൂടെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കുക. അതിനുശേഷം ഞാൻ 2ആയിട്ട് ഭാഗിച്ചിട്ടാണ് അതിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പം കൗണ്ടർ ടോപ്പിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 2ആയിട്ട് ഭാഗിക്കുകയൊന്നും വേണ്ട. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇച്ചിരി വലിയ സ്പേസ് അല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക്
അവിടെ ഇട്ട് തന്നെ നല്ല വൃത്തിക്ക് അങ്ങ് പരത്തിയെടുക്കാം വലുതായിട്ട്. അപ്പോൾ ഞാൻ ഇതായതുകൊണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ തൂറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഇച്ചിരി കട്ടിക്ക് പരത്തിയെടുക്കണം കേട്ടോ. കൂടുതൽ നൈസും ആവാൻ പാടില്ല. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ഒരു പരിവയില്ല, അതാണ്. ഒരുപാട് നൈസും ആവണ്ടെന്ന്, ഒരുപാട് എന്താ പറയുക കട്ടിയാവണ്ട, അങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. ഷേപ്പൊന്നും ഇത്ര റൗണ്ട് ഷേപ്പിന് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇച്ചിരി സ്ക്വയർ ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നീളയും ഇനി കുറുകയും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ കുറുകയും കൂടി ഞാൻ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, ഒരുപാട് തിന്നായിട്ടില്ല, പക്ഷെ എന്നാൽ ഇച്ചിരി തിക്നെസ് ഉണ്ട് താനും. അങ്ങനത്തെ രീതിക്കായിരിക്കും നമ്മൾ പരത്തി എടുക്കേണ്ട. നമുക്കൊരു ഞാനൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇട്ട് പൊരിച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്നും കിട്ടത്തില്ല. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അടുത്ത ഭാഗം കൂടി മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഒരു ഭാഗം ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് കരിക്കണ്ട, ഇച്ചിരി ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയാൽ മതി. അപ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുവാണ്. തിരിച്ചിട്ട് ഒന്ന് നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കോരിയിട്ട് നമ്മൾ ആ ഷുഗർ സിറപ്പിലോട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഷുഗർ സിറപ്പിലോട്ട് തന്നെ ഇടാം. അല്ല നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റായിട്ടല്ല നല്ലവണ്ണം എന്താ പറയുക തണുത്തതിന് ശേഷം ഒരു ടിന്നിലെങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിലെങ്ങനെ ഇട്ട് വെച്ചിരുന്നിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഒരുപാട് ദിവസം ഇരിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും റെസിപ്പി വേണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഒരു വെറൈറ്റി ഡിഷായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ്.